മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചേലക്കരയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തോട്ടേക്കാട് കാരക്കുണ്ട് പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയത് 8 വെടിയുണ്ടകൾ. വെടിയുണ്ടകൾ ലൈസൻസുള്ള തോക്കിലേതാണെന്ന് പോലീസ്. രാത്രികാലങ്ങളിൽ പ്രദേശത്ത് പതിവായി വാഹനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെന്ന് സമീപവാസികൾ. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ. ഞായറാഴ്ച പുലർച്ചെയാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വെടിയുണ്ടകൾ ലൈസൻസുള്ള തോക്കിലേതാണെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് ചേലക്കര മേഖലയിൽ ലൈസൻസുള്ള തോക്കുള്ള വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വരാറുണ്ടെന്ന പ്രദേശവാസികളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണം ഊർജിതമാക്കി. വെടിയുണ്ടകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ്. രാത്രികാലങ്ങളിൽ പ്രദേശത്ത് പതിവായി വാഹനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് രാത്രി 1 മണിക്കും 3 മണിക്കുമിടയിൽ വാഹനങ്ങൾ പ്രദേശത്തുകൂടി കടന്നുപോകുന്നതിന്റെ ശബ്ദം പലപ്പോഴും കേൾക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നേരത്തെ ഇത് പ്രദേശവാസികളുടെ വാഹനങ്ങളായിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു ഇവർ. എന്നാൽ ഇപ്പോൾ പ്രദേശത്തുനിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തിയതോടെ രാത്രികാല വാഹനങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചും നാട്ടുകാർക്ക് സംശയമുയർന്നിരിക്കുന്നു. വണ്ടികളുടെ സൗണ്ട് കേൾക്കാറുണ്ട്. രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്ക് ഉള്ളിലാണ് വണ്ടി സൗണ്ട് കേൾക്കാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ടില്ല. വണ്ടി കാറിൻ്റെ സൗണ്ടും ജീപ്പിൻ്റെ സൗണ്ടും തിരിച്ചറിയില്ല കണ്ടിട്ടുണ്ട്. ഇവിടെ എന്ത് പ്രശ്നമായത് പിടിക്കണം. ഇവിടെ ജനങ്ങൾ ജീവിക്കാൻ കൊടുക്കുക. ഇവിടെ നിന്ന് റോട്ടിൽ കൂടെ പോകുന്ന വഴി കാടിൻ്റെ അറ്റത്ത് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ബ്ലോക്കാണ്. അങ്ങനെ പറമ്പും കമ്പിയും ഒക്കെ. വണ്ടി 1 മണിക്ക് 2 മണി 3 മണിൻ്റെ ഉള്ളിലുണ്ടാവും 1 മണിക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആരെങ്കിലും പല ആൾക്കാർ അത് ഇവിടെ കാണുന്ന ആൾക്കാരുണ്ട്. ഒരു യാത്ര ചെയ്ത് വരും എയർപോർട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കാതല്ലേ സംഭവിക്കും. ഇന്നാണ് ഇപ്പോൾ ഗുണ്ട കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആകെ അനുഭവമായി. പിന്നെ വെടിവെട്ട് വെച്ചാൽ ഈ ആന ഇറങ്ങുന്ന കാരണം കംപ്ലീറ്റ് ആൾക്കാർ പടകം പൊട്ടിക്കുക, ഗുണ്ട പൊട്ടിക്കുക, അങ്ങനെ സൗണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വെടിവെച്ചിട്ട് സൗണ്ട് സൗണ്ട് നമ്മൾ തിരിച്ചറിയും. അതൊക്കെ തന്നെ ഉള്ളൂ. എന്നാലും എത്രയും പെട്ടെന്ന് ഇത് പിടിക്കണം. അധികാരപ്പെട്ട പോലീസുകാരും അതിന് ഇടപെട്ടതിന് എല്ലാ നടപടിയും. എത്ര ഉണ്ട്? 8 അല്ലേ? 8 എന്നല്ലേ പറഞ്ഞത്? 8 ഞാൻ കണ്ടില്ല. ഇത് പറഞ്ഞേ 8 കഴിഞ്ഞു. ബാബു പറഞ്ഞത് 8 കിട്ടി. രാവിലെ ഇവിടെ പണിക്ക് പോകണ ഒരു പെൺകുട്ടിയും പണിക്ക് പോകണ ഒരാൾ കൂടി കണ്ടു. ഇത്രേ അവർ എൻ്റെ ബാറ്ററിയാണ് അവിടെ പോയി 3 കണ്ടു. പിന്നീടാണത് ഇവിടുത്താണ് നിർത്തി ജോലി ചെയ്യാറുള്ളത്. അത് കണ്ടാൽ മനസ്സിലായി എന്ന് കാണാൻ വലിയ നോക്കിൻ്റെ ആൾ പറഞ്ഞത്. ആനയൊക്കെ വെട്ടിങ്ങി പറ്റായിരിക്കും. ഇത്രേ ഉള്ളൂ. വെടിയുണ്ടകൾ എങ്ങനെ ഇവിടെ എത്തി, ആരുടേതാണ് ഇവ എന്നും ഇവ ഉപയോഗിച്ച് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെടിയുണ്ടകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രദേശത്ത് കൂടുതൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രികാലങ്ങളിൽ മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് ചേലക്കര പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.